ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലാ ടോക്സ്. ഇന്ന് മെയ് 6-ാം തീയതിയാണ്. നാളെ മെയ് 7-ാം തീയതി ഞങ്ങളുടെ ഡിയറസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഒരു സർപ്രൈസ് ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ വേറൊരു സർപ്രൈസും കൂടി പുള്ളിക്ക് സെറ്റാക്കിയിട്ടുണ്ട്. അതെന്തായാലും ഒരു ഒന്നൊന്നര സർപ്രൈസ് ആയിരിക്കും പുള്ളിക്ക്. അപ്പോൾ ഈ പറയുന്ന ആൾ, ഈ സർപ്രൈസ് കൊടുക്കുന്ന ആൾ ഓൾറെഡി ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഞാനത് കളക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. കോട്ടപ്പടിയിൽ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കളക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നാളെ അറിയാം അത് കൊടുക്കുമ്പോൾ ഉള്ള റിയാക്ഷനും കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ട് എന്തായാലും ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ നാളെ ആയിരിക്കും എടുക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വഴിയെ കാണിക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ വന്ന് ഗിഫ്റ്റൊക്കെ കളക്ട് ചെയ്തു. ഇനി നാളെയാണ് പരിപാടി. നാളെ എല്ലാവരും വരും. അങ്ങനെ ഞങ്ങളതേ പിറ്റേ ദിവസം ഒരു 4-4:30 എത്തിയിട്ടും പാർക്കിലേക്ക് എത്തി. ഞാനും മണിക്കുട്ടിയും അഞ്ജലിയും കൂടി പാർക്കിലേക്ക് കയറാൻ പോവാണ്. അവർ രണ്ടുപേരും കൂടെ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. കോതമംഗലത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പാർക്കാണിത്, കോഴിപ്പള്ളി പാർക്ക്. ഇതൊരു മുനിസിപ്പൽ പാർക്കാണ്. കുഞ്ഞിലെയൊക്കെ പാർക്കിൽ പോകണം എന്ന് പറഞ്ഞ് കരയുമ്പോൾ ആദ്യം പപ്പ കൊണ്ടുവരുന്ന സ്ഥലമാണ് ഇവിടെ. ബർത്ത്ഡേക്കാരൻ ഇപ്പം തന്നെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അവിടെ ഇങ്ങനെ ഇരുന്നു. കേക്കില്ല, ഇങ്ങോട്ട് തിന്നിക്ക, എന്നാലേ കാണുള്ളൂ മനുഷ്യ. കേക്കില്ല. ഇതാണ് ഞങ്ങളുടെ തന്നെ പറയണ മനുഷ്യ. പിറന്നാളുള്ള മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെ കേക്ക് എന്തെന്ന് ചോദിക്കോ? കേക്കില്ല, അതെനിക്ക് കേക്കില്ലടോ. വളരെയധികം തിരക്കുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതെന്തേ? കമ്പ്യൂട്ടർ ചെയ്തിട്ട് ആണോ? ചേടാ, കേക്ക് ഞാൻ എങ്ങനെ കഴിക്കും? കേക്ക് മുഖത്ത് പൊത്തിത്തരാ. അതെങ്ങനെയുണ്ട്? ഇവനെടുക്കും. എനിക്ക് പൊങ്ങത്തില്ല വാഴക്ക. ഞങ്ങളുടെ നിഷ്കളങ്കമായ ഹൃദയമുള്ള ഭാഷാക്ക ഇടും. ഇടിയട്ടെ. ഇനിയെങ്കിലും ഇടിയട്ടെ. അല്ലെങ്കിൽ ജൂണിൽ ഇടിയാനുള്ളതല്ലേ. ഇനിയിപ്പോ ജൂണിൽ ഇടിയാനുള്ളതല്ലേ. ഇനി എന്ത് കുഴപ്പം? ആദ്യമായിട്ടാ തന്റെ ബർത്ത്ഡേക്ക് താൻ തന്നെ ഒന്ന് റിവ്യൂ പറയണം. പോണോ താൻ? ഭാഷാക്കടെ കേക്കെത്തി. ഓ, അവതാ ഞാൻ എടുത്തൂലോ. ശരിയായിട്ട് കട്ട് ചെയ്യാം. എന്താ കിഴക്ക് കപ്പടയാണോ? കിഴക്ക് ആണോ? എന്താ കിടിലൻ? അടിപൊളി. എല്ലാരും ഒരുമിച്ച് ബിരിയാണി. ഓക്കെ, അപ്പോൾ ബർത്ത്ഡേ കേക്ക് കട്ടിയില്ലേ. ഒരാളെ വീഡിയോ കോൾ ചെയ്യട്ടെ. പിന്നെ അതൊക്കെ വേണടി. എന്തോ അതൊക്കെ വേണം ഗൈസ്. വീഡിയോ കോൾ ചെയ്തിട്ട് സ്വന്തമായിട്ട് പിടിച്ചോണ്ടിരിക്കാം. ഇങ്ങോട്ട് അടിക്ക്. എടുക്കണില്ലേ ഗൈസ്? ഒരാൾ കോൾ എടുക്കട്ടെ, അതിന് ശേഷം കേക്ക് മുറിക്കാം. എടുത്തു ഗൈസ്. എന്റെ ചെക്കൻ പേടിച്ചോടി. ആരോ കേട്ടതോടുകൂടി പറച്ച് പേടിച്ചോടി. ഈച്ചേനെ കാട്ടു. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you, dear Badu. Happy birthday to you. May the God bless you, dear. അയ്യോ, ഇതില്ലാത്ത ഞാൻ എങ്ങനെ എടുക്കും ഗൈസ്? അയ്യോ, തരും. പുള്ളി അവിടെ തെങ്ങിൻ ചോട്ടി പോയി നിക്കട്ടെ. തിരിഞ്ഞിക്ക്.
തിരിഞ്ഞു നിക്കാവോ? എനിക്ക് ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ട് ഇങ്ങുവാ. കട്ടിയില്ലേ? ഇത് അഞ്ജലിയുടെ അടുത്തായിട്ട് അയച്ചതാ. ഇന്നലെ ഞാൻ പോയി കളക്ട് ചെയ്ത്. കണ്ണൂരിന്ന് പോകുമ്പോ അതേ പോസ്റ്റ്മോർട്ടം ചെയ്തു. ഇതിന്റെ ഉള്ളിലേക്ക് വെക്ക്. ഓക്കെ, കളർ ഇഷ്ടായിനാണ്. കൊള്ളാലേ ജേഴ്സി. കാണിച്ച് ഏത് ക്ലബിലെ ജേഴ്സി അത്? അല്ലടാ, പോർച്ചുഗൽ സെക്കൻഡ് ജേഴ്സി. റൊണാൾഡോ അടിപൊളി. ഇനി എന്നും രാവിലെ ഭാഷയൊക്കെ ഈ ജേഴ്സി ഇട്ടായിരിക്കും അതെ ഷോ കാണിക്കാൻ പോകുന്നത്. അടിപൊളി സെറ്റാടാ. ഇത് ഭാഷയ്ക്ക് ചേരും. പൊളി, അടിപൊളി. ഭാഷയ്ക്ക് അവിടെ ഇയാളൊന്നും ഇരിക്കുന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. അതൊക്കെ എടുത്ത് വെച്ചോ. അത് രസയാ. പിന്നെ വായിക്കാം. അത് പോയി, ബസ് പോയി. ഇല്ല, പോയില്ല. എനിക്ക് കിട്ടും. 5:47 ഫുള്ള് എടുത്തിട്ടില്ല ഞങ്ങളുടെ ഫോട്ടോ. ഞാൻ സ്റ്റോറി പോലും ഇടാത്ത ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടില്ല. സൂപ്പർ. ഈ ഭാഷാക്കടെ വണ്ടിയുടെ ചെയിൻ എടുത്ത് കാണിച്ച്, ക്യാമറയിലേക്ക് കാണിച്ച്. ഓ എടാ നിന്റെ ഫേസ് അടിപൊളി. ഒരെണ്ണം എടുത്ത് കാണിച്ചേ. എങ്ങനെ കാണിക്കേ, എടുത്ത് കാണിക്കേ. എന്റെ ഭർത്താവ് എന്ത് തോന്നുന്നു? അഭിമാനം തോന്നി. അത് ഞാൻ പറയാം. പേഴ്സണലി പറയുന്നത്. ഇനി അടുത്ത സാധനം എടുക്ക്. കിറ്റ്കാറ്റ് ഉണ്ട്. തുറന്ന് നോക്ക്. കൊച്ചിന്റെ സമ്മാനാ, കൊച്ചിന്റെ ക്രാഫ്റ്റ്. നേരിന്റെ അടുത്ത് നേരുണ്ടോ? ബാദുക്കപ്പ കരയും. പിള്ളേരൊക്കെ ഒരെണ്ണം അയച്ചാണോ ക്രാഫ്റ്റ്? സ്നേഹം മാത്രല്ലേ അല്ലേ? ഫൈനലി വി ഗോട്ട് വൈബ് വണ്ട്. ഇത് അവളുടെ കസിന് തന്നോ? എന്റെ പൊന്നിയുടെ കാലിയൊക്കെ കിട്ടണം. ഇനിയിപ്പോ ലൈഫ് ലോങ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും അല്ലടാ. ഇനിയിപ്പൊ അങ്ങോട്ടേക്ക് കിട്ടലേ ഉണ്ടാവുള്ളൂ. പകരം ഞാൻ കൊടുക്കണ്ടേ. എന്താണോ പോലും നോക്കട്ടെ. കാണിക്കാൻ ഈ ക്യാമറയിലേക്ക് കാണിക്കൂ ഗൈസ്. വായിക്ക്. ഫോട്ടോ ഫുള്ള് എടുത്തേക്കൂട്ടോ. ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ? നമ്മുടെയൊക്കെ ഫോട്ടോ ഉണ്ടോ? എല്ലാവരുടെയും ഉണ്ടല്ലേ? താങ്ക് യു ഫർസി, താങ്ക് യു. ഞാൻ അടുത്തെടുക്ക്. ഇതൊക്കെ നേരത്തെ കിട്ടേണ്ടായിരുന്നു. നേരത്തെ ആവേണ്ടതായിരുന്നു.
നല്ല ഫോട്ടോസ് അതൊക്കെ അവൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. ഇതേ സ്ഥലം ഇതേ ബെഞ്ച് അതേ സാരം. ആ ഫ്രം ഐസ. അയ്യോടാ അയ്യോ രണ്ടും കൂടി അങ്ങനെ അത് കുഴപ്പമില്ല. നോക്കോ ആരാന്നറിയോ? ആരാ? മറ്റേ ഇന്നലെ വീഡിയോ ഇട്ടതാ. ആ അടിപൊളി അടിപൊളി. ആ അതാരാ ശരിക്കും? സൂപ്പർ അല്ലേ? അയ്യോടാ അച്ചോടാ ഇന്നേ വരെ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. അത് അപ്പൊ ഗായ്സ് ലിതമ്മയുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കേക്ക് മുറിച്ച് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വളരെയധികം ഫ്രം ദി ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഫർസി ആൻഡ് ലവ് യു സോ മച്ച്. അപ്പോൾ ബൈ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ഷെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് കാണാല്ലേ ഗൈസ്. ടാറ്റ പറയൂ. എല്ലാവരും ടാറ്റ പറയൂ.